ഹലോ ഗൈസ്, ഞങ്ങൾ തൃശ്ശൂർക്ക് പോയപ്പോൾ ഗോ കാർട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ സ്ഥലം കാണണ്ടേ? കരോൺസ് പ്ലേ ഏരിയയിലാണ് പോയത്. തൃശ്ശൂർ മുണ്ടൂർ വഴിയാണ്. അവിടെ എത്തിയിട്ട് കുറച്ചുകൂടി ഉള്ളിൽ പോകണം. അതിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ടില്ല. അപ്പോൾ പ്ലേ ഏരിയയാണ്. ഇവിടെ ഗോ കാർട്ടിങ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ മെയിൻലി ഗോ കാർട്ടിങ്ങിനാണ് പോയത്. അപ്പോൾ അതെന്തൊക്കെയാണ് കണ്ടാലോ? അപ്പോൾ പോയി ഈ വീഡിയോക്ക് ഡിസ്റ്റ് ഉണ്ട്. സായം നമുക്ക് കയറുമ്പോഴല്ലേ വീഡിയോ എടുക്കുക ഇൻട്രോ. ഞാൻ കയറിയിട്ട് പുറത്ത് കയറി ഇൻട്രോ എടുത്ത്. അപ്പോൾ ആ ഇൻട്രോ ഒക്കെ എടുത്ത് പിന്നെ ഉള്ളിലത്തേക്ക് എടുത്തു. നല്ല വൈബ് ഏരിയയാണ്. ഇവിടെ 6 സോഫ ഇട്ടുണ്ട്. കുറേ ചെടികളും മീനുകളൊക്കെ ഉണ്ട്. ആ 2 മീനെ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി വിചാരിച്ചു അതിനൊക്കെ വെടിവെക്കുന്നു. ഇനി മനസ്സിലായി അതിന് വെടിവെക്കാൻ പറ്റില്ല. തമാശ പറഞ്ഞ കേട്ടോ. ഇനി അവർ കാണുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കരുത്. പിന്നെ അവിടെ എന്തോ ഒരു സാധനം എന്ന് പറയില്ല, ഇതിന് എന്തോ ഒരു ബോൾ കെട്ടിയിട്ട് ആ സംഭവം ഉണ്ട്. പിന്നെ അവിടെ നേരെ കാണുന്നത് ഫ്രണ്ട്സ് ആയിട്ട് ചില്ല ഉള്ളതാണ്. ഡ്രിങ്ക്സ് ആ സംഭവമൊക്കെ കിട്ടും. ഞാൻ അത് മാത്രമാണ് വിചാരിച്ച് പോയി വീഡിയോ എടുത്തത്. അവിടെ നമ്മുടെ ആ ഗോ കാർട്ടിങ്ങിൻ്റെ ട്രാക്കിന് നല്ല വ്യൂ ഉണ്ട്. നൈസ് ഏരിയ. പിന്നെ ഇരിക്കുക സൈഡുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ നല്ല രസമാണ്. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴൊക്കെ ഉണ്ട്. ഞാൻ കാണുമ്പോൾ എടുത്താന്ന് തോന്നും. ആ സാധനം എടുത്തതാണ്. അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. F1 കാറിൻ്റെ പോലത്തെ ടൈപ്പ് കാറ്. ഇത് ഞങ്ങൾ 3 പേർക്ക് 1050 രൂപയാണ്. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവർ വീട് നമ്മളെ കൊണ്ട് QR കോഡ് സ്കാൻ ചെയ്യിപ്പിക്കും. അത് നമ്മൾ അതിൽ ഒരു ഫോം കൊടുക്കില്ലേ, എന്തെങ്കിലും ഉത്തരവാദികളല്ല, അതൊക്കെ നമ്മൾ കൊടുക്കണം. ഞങ്ങൾ അങ്ങനെ കൊടുത്തു. ഗൂഗിൾ ഫോമാണ്. ഓരോരുത്തരുടെ പേര് വെച്ച് സെപ്പറേറ്റ് ഫോൺ നമ്പർ ഫോണിൽ തന്നെ ചെയ്യാം. ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു. ഇത് F1 കാറിൻ്റെ പോലത്തെ ടൈപ്പ് കാറാണ്. ഏകദേശം അതേ ടൈപ്പ് തന്നെയാണ്. F1 പിള്ളേരെ ഇതിലാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ മറ്റേതിലേക്ക് കൊണ്ടു ആ ട്രെയിൻ ചെയ്യിപ്പിച്ച മെയിൻ സാധനത്തിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക. പെൻസിലാണെങ്കിൽ ഇത് എക്സ്പെൻസീവാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ഫണ്ടായി. ഇതാണ് പോണ വഴി. ഇവിടെ ഫോണൊന്നും നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ഹെൽമെറ്റ് ധരിപ്പിക്കും, പിന്നെ സീറ്റ് ബെൽറ്റ്, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. നല്ല വൈബ് സാധനമാണ്. ട്രാക്ക് അത്യാവശ്യം നേരമുണ്ട്. ഇവിടെ 6 ലാപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അതിൻ്റെ പിന്നെ ട്രാക്കിലേക്ക് പോയി. അപ്പോൾ അതൊന്ന് കണ്ടുനോക്ക്. ഈ ട്രാക്കിൽ കുറേ റബ്ബറൊക്കെ ഇട്ടാണ് നമ്മളെ സേഫ്റ്റിക്കാണ്. ഇതിൽ ആക്സിലേറ്ററുണ്ട്, ബ്രേക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അതിൻ്റെ വോയിസ് കേട്ടു. ഇതിൽ വേറെ ഡ്രസ്സായിട്ട് ഒരു 10 ചെക്കനെ കാണുക. ഞാൻ തന്നെയാണ് ഗൈസ്. ഞാൻ ഷൂ ഇടാൻ മറന്നു. ആ തിരക്കണയിൽ ഷൂവിൻ്റെ കാര്യം മറന്നു. നമുക്ക് റോക്സ് ഇട്ടാൽ പോയേ. ഞാൻ റോക്സിൻ്റെ ആ സ്ട്രാപ്പ് ബാക്കിലാക്കി ഇട്ടൂല. സ്റ്റക്കാണ് വെച്ച് ഞാൻ പതുക്കെ പോയി. അത് കാരണം കുറച്ച് പ്രശ്നം കഴിച്ചു. ഏറ്റവും സ്ലോലി ഞാനാണ് പോകണം. ഇതിൽ 6 ലാപ്പ് ഉണ്ടായില്ലേ, അതുകൊണ്ട് 5 ലാപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കാറിൻ്റെ ഫ്രണ്ട് ലാപ്പും പോയി. അടിച്ചായില്ല, നല്ല എൻജോയ് ചെയ്തു. ഇനി അടുത്തോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കും. ഇതുവരെ ഹീറ്റൊക്കെ ആവും. അങ്ങനെ നമ്മൾ സ്കോറൊക്കെ കണ്ടു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ 6 ലാപ്പ്, പിന്നെ 5-5 അങ്ങനെ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.